in the morning. Lord, you hear my voice. In the morning, I lay my requests before you and wait expectantly. Welcome to Blessed Morning. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം, മനമേ നടത്തിയ വിധങ്ങളെ ഓർത്ത്. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം, മനമേ നടത്തിയ വിധങ്ങളെ ഓർത്ത്. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ, അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ, അങ്ങേക്കു നന്ദി. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്? ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2026 ഓഗസ്റ്റ് മാസം 24-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ച വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ദൈവമേ, ഇന്ന് തന്നെ എൻ്റെ കാര്യം സാധിപ്പിക്കണമേ. പ്രിയരെ, പ്രാരംഭ വാക്യത്തിലേക്ക്. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. എൻ്റെ യജമാനായ അബ്രഹാമിൻ്റെ ദൈവമായ യഹോവേ, എൻ്റെ യജമാനായ അബ്രഹാമിനോട് കരുണ ചെയ്ത് ഇന്ന് തന്നെ കാര്യം സാധിപ്പിക്കണമേ. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ ഞാനും നിങ്ങളും ഒരുമിച്ച് ചിന്തിക്കുന്നത്, യഹോവേ, ഇന്ന് തന്നെ എൻ്റെ കാര്യം സാധിപ്പിക്കണമേ എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളും പൂർണ്ണ ഹൃദയത്തോടെ ഈ പ്രഭാതത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമെങ്കിൽ വളരെ നാളുകളായി നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തിനകത്ത് ഇന്ന് ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാണ്. കാരണം ഉറപ്പോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദൈവം മറുപടി നൽകും. നാം വായിച്ചു കേട്ട വചന പശ്ചാത്തലം എന്ന് പറയുന്നത് അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്കിൻ്റെ തക്ക തുണയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. താൻ ഉറപ്പോടെ അബ്രഹാമിൻ്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിക്കുകയാണ്, ഇന്ന് തന്നെ എൻ്റെ കാര്യം സാധിപ്പിക്കണം. അങ്ങനെ പറഞ്ഞ തനത മുമ്പോട്ട് സ്റ്റെപ്പ് വെക്കുമ്പോൾ തന്നെ തനിക്ക് വേണ്ടിയുള്ള വഴി ദൈവം തുറക്കുകയാണ്. റബേക്ക തൻ്റെ മുമ്പിൽ വെളിപ്പെടുന്നത് കാണുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഉറപ്പോടെ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയുടെ വലിയ തലം ഇന്ന് തന്നെ നിങ്ങൾക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്തും. ഞാൻ വിശ്വസിക്കുന്നത് പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളത് ഒന്നുകൂടെ തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടെ ഉറപ്പോടെ പ്രാർത്ഥിക്കുന്ന എലിയാസറിന് വേണ്ടി താൻ പ്രാർത്ഥിച്ചത് തൻ്റെ മുമ്പിൽ എത്തുകയാണ്. നമുക്കൊരുമിച്ച് ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം അതിൻ്റെ 15-16 വാക്യങ്ങൾ വായിക്കാം. അവൻ പറഞ്ഞു തീരും മുമ്പേ അബ്രഹാമിൻ്റെ സഹോദരനായ നാഹോരിൻ്റെ ഭാര്യ മിൽക്കയുടെ മകൻ ബെതുവേലിൻ്റെ മകൾ റെബേക്ക തോളിൽ പാത്രവുമായി വന്നു. 16-ാമത്തെ വാക്യം. ബാല അതിസുന്ദരിയും പുരുഷൻ തൊടാത്ത കന്യകയും ആയിരുന്നു. അവൾ കിണറ്റിൽ ഇറങ്ങി പാത്രം നിറച്ച് കയറി വന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, നാം വായിച്ചു കേട്ട വാക്യത്തിനകത്ത് എലിയാസർ ഉറപ്പോടെ പ്രാർത്ഥിച്ചു കഴിയുന്നതോടെ ഇതാ അവൻ്റെ മുമ്പിൽ പ്രാർത്ഥനയോടെ മറുപടി വരികയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ പുതിയ നിയമത്തിൽ നമുക്കൊന്ന് കാണാം. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന കഴിയുന്നതിന് മുമ്പേ ദൈവദൂതൻ ഇറങ്ങി പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയും പ്രാർത്ഥിച്ച ഭവനത്തിൻ്റെ മുമ്പിൽ ഇതാ പത്രോസ് എത്തുകയും ചെയ്യുകയാണ്. ഞാൻ ഇന്ന് ചിലവരെ നോക്കി ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, നിങ്ങൾക്ക് ഇന്ന് തന്നെ ദൈവം ഒരു അത്ഭുതം ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്ന് തന്നെ ഒരു വലിയ വഴി നിങ്ങൾ കാണാൻ പോവുകയാണ്. വളരെ നാളുകളായി ഭാരപ്പെട്ട, വളരെ നാളുകളായി കരഞ്ഞുകൊണ്ടിരുന്ന ചില വിഷയത്തിനകത്ത് എൻ്റെ ദൈവം ഇന്ന് തന്നെ ഒരു മറുപടി നിങ്ങളുടെ ജീവിതത്തിനകത്ത് അയക്കാൻ പോവുകയാണ്. ഞാൻ ആത്മാവിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒന്നുകൂടി ഒരു ഉറപ്പ് നൽകേണ്ടതിന് വേണ്ടി ഇതാ പഴയ നിയമത്തിൽ എബേസ് എന്ന ഭക്തൻ തൻ്റെ ദൈവത്തോട് തൻ്റെ പ്രാർത്ഥന കഴിക്കുകയാണ്. കാരണം ഇസ്രായേലിൽ ഒരു ദൈവം ഉണ്ടെന്നുള്ളത് എബേസിന് വ്യക്തമായി അറിയാം. നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. 1 ദിനവൃത്താന്തം അതിൻ്റെ 4-ാം അധ്യായം 9-10 വാക്യങ്ങൾ. എബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവൻ്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് എബേസ് എന്ന് പേരിട്ടു. 10-ാമത്തെ വാക്യം. എബേസ് ഇസ്രായേലിൻ്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിച്ച് എൻ്റെ അതിര് വിസ്താരമാക്കിയും നിന്റെ കൈ എൻ്റെ കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി.
ഈ 2 വാക്യങ്ങൾ വായിക്കുമ്പോൾ എബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. തൻ്റെ അമ്മ അവനെ വ്യസനത്തോടെ പ്രസവിച്ചതുകൊണ്ട് എബേസ് എന്ന പേര് നൽകി. എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ ഇന്നലെ വരെ എങ്ങനെയായിരുന്നു എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇന്ന് ദൈവത്തോട് ഒരു ഉറപ്പോടു കൂടിയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ എബേസിൻ്റെ പ്രാർത്ഥന കേട്ട് അവൻ്റെ അതിരുകളെ വിശാലമാക്കിയ ആ പദം നിങ്ങൾ മറക്കരുത്. എബേസ് പറയാണ്, നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിശാലമാക്കുകയും നിൻ്റെ കൈ എൻ്റെ കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു. അവൻ അപേക്ഷിച്ചത് ദൈവം അവന് നൽകിയെന്നാണ് കാണുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് വിശ്വാസത്തോടെ ഉറപ്പോടെ പ്രാർത്ഥിക്കുമെങ്കിൽ ഇന്ന് തന്നെ ചിലവർക്കൊരു മറുപടി വരാൻ പോകും. ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലവരുടെ മുമ്പിലേക്ക് ഇതാ ദൈവം ഇറങ്ങി നിൽക്കുന്ന പോലെ, ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നത് പോലെ ഒരു വലിയ അനുഭവം ഞാൻ കാണുകയാണ്. ഇതാ, നിങ്ങൾ ഈ പ്രഭാതത്തിൽ നിരാശപ്പെടുകയോ വേദനപ്പെടുകയോ ഒന്നുമല്ല ചെയ്യേണ്ടത്. കർത്താവിനെ ഒന്ന് മുറുകെ പിടിക്കാൻ പറ്റുമെങ്കിൽ, ആ പാദപീഠത്തിനെ ഒന്ന് മുറുകെ പിടിക്കാൻ പറ്റുമെങ്കിൽ നിശ്ചയമായും ഇന്നൊരു അനുഗ്രഹം നിങ്ങൾ കാണാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയൊരു ദൈവപ്രവൃത്തി നിങ്ങൾ കാണാൻ പോവുകയാണ്. ഞാൻ ഇങ്ങനെ വിശ്വസിച്ചുകൊണ്ടൊരു പദം പറയട്ടെ. ഇതാ, തിമായിയുടെ മകനായി ഭർത്തിമായി നാളുകളായി വഴിയരികിൽ ഒരു യാചകനായിരിക്കുകയാണ്. പക്ഷേ യേശു കർത്താവ് ഇതാ എരിഹോവിൽ നിന്ന് യേശു കർത്താവ് പുറപ്പെടുകയാണ്. ജനത്തിൻ്റെ വലിയ ആരവം കേട്ട് ഇതാ തിമായിയുടെ മകനായി ഭർത്തിമായി ചോദിക്കുന്നു, ഈ ആരവം എന്താണ്? ഈ ശബ്ദം എന്താണ്? ഉടനെ അവിടെ നിന്നവർ വിളിച്ചു പറയുകയാണ്, നസറേന യേശു ഇതാ ഇതുവഴി കടന്നു പോകുന്നു. അവൻ ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. കാരണം അവൻ്റെ അകത്ത് എവിടെയോ ഒരു വെളിപ്പാടും അറിവും കിടപ്പുണ്ട്. നസറേന യേശു എൻ്റെ കുരുട്ട് കണ്ണുകളെ തുറക്കുമെന്നുള്ളത്. അവൻ ഉച്ചത്തിൽ നിലവിളിച്ചു. ആ നിലവിളിയിൽ എതിർപ്പുകൾ വെളിപ്പെട്ടെങ്കിലും അവൻ മിണ്ടാതിരിക്കാൻ തയ്യാറായില്ല. കാരണം അവന് വ്യക്തമായി അറിയാം, ഈ സമയം എൻ്റെ വിടുതലിൻ്റെ സമയമാണ്. ഇന്ന് എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ പ്രഭാതം ഒരത്ഭുതത്തിൻ്റെ പ്രഭാതമായി ചിലവരുടെ ജീവിതത്തിൽ വെളിപ്പെടുകയാണ്. ഇന്നലെ വരെയും തുറക്കാത്ത ജോലിയുടെ വാതിൽ ഇന്ന് തുറക്കാൻ പോവുകയാണ്. ഇന്നലെ വരെയും ശ്രമിച്ചിട്ട് നടക്കാത്ത വഴികൾ ഇന്ന് തുറക്കപ്പെടും. ആ വിസ സ്റ്റാമ്പ് ചെയ്യപ്പെടാൻ പോവുകയാണ്. ആ കുടുംബ വിഷയം അവസാനിക്കാൻ പോവുകയാണ്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം ഒരു സന്തോഷ വാർത്ത അയക്കാൻ പോകുന്നു. എൻ്റെ കൂടെ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ അവൻ്റെ നിലവിളിയുടെ ശബ്ദം ഉയർന്നതോടെ യേശു കർത്താവ് അവന് വേണ്ടി നിൽക്കുകയാണ്. നിങ്ങൾ വിശ്വസിച്ച് എത്ര വർഷമായി നിങ്ങൾ പരാജിതനാണോ അല്ലെങ്കിൽ വിഷമത്തിലാണോ നിരാശയിലാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇന്നൊന്ന് ഉണർന്നാട്ടെ. ഇന്ന് എനിക്ക് വേണ്ടി ദൈവം ഒരു അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞാട്ടെ. അങ്ങനെ ഉറപ്പോടെ പ്രാർത്ഥിക്കുന്ന ചിലവർക്ക് വേണ്ടി അവരുടെ പ്രാർത്ഥനയുടെ ആഴം അല്ലെങ്കിൽ ആ മറുപടി വെളിപ്പെടുന്നു നമ്മൾ ഒരുമിച്ച് കാണാൻ പോവുകയാണ്. കാരണം യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയാണ്, നീതിമാന്റെ ശ്രദ്ധയോടുള്ള പ്രാർത്ഥന വളരെ ഫലിക്കും. നമുക്ക് ഒരുമിച്ചൊന്ന് യേശുവിൻ്റെ രക്തത്തിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ മിനിറ്റ് എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാകണം. ഒരു വാക്യം കൂടെ നിങ്ങളുടെ ഉറപ്പിന് വേണ്ടി ഞാനത് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. 1 യോഹന്നാൻ 5-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. നാം എന്തപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്നും അറിയുന്നു. ഈ വാക്യത്തിന് വലിയ ആഴമുണ്ട് പ്രിയരെ. നാം എന്തപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്ന് നാം അറിഞ്ഞാൽ നാം കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്നും അറിയും. എന്ന് പറഞ്ഞാൽ ഒരു ഉറപ്പാണ്, എൻ്റെ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേട്ടു. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുടെ പ്രത്യേകത അവർക്ക് ആ ദൈവിക സമാധാനം അനുഭവിക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രാർത്ഥന എൻ്റെ കർത്താവ് കേട്ടു. ഇന്ന് ഈ പ്രഭാതത്തിൽ എൻ്റെ കൂടെ ഒന്ന് കണ്ണുകളൊന്ന് അടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചിലവർക്ക് വലിയ ഉറപ്പ് വരാൻ പോകുന്നു. നാളുകളിൽ നിന്ന് ആ എതിരുകൾ മാറാൻ പോവുകയാണ്. നാളുകൾ ആ സൈൻ ചെയ്യാത്ത പേപ്പർ നിനക്ക് അനുകൂലമാകാൻ പോകുന്നു. ഇന്ന് ആ ഗവൺമെൻറ്റിൽ നിന്ന് ആ പേപ്പർ നിനക്ക് വേണ്ടി റിലീസാകാൻ പോവുകയാണ്. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, ഇതൊരു അത്ഭുതത്തിൻ്റെ ദിവസമായിരിക്കും. പലവരും ഇന്ന് തന്നെ സന്തോഷ വാർത്തകൾ കാണുകയും വിളിക്കുകയും ചെയ്യാൻ പോവുകയാണ്. എൻ്റെ കൂടെ ഒരു ഉണർവിനാകട്ടെ. ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങൾ ഈ കേൾക്കുന്ന സമയം ഉറപ്പോടെ പ്രാർത്ഥിക്കണം. ഇതൊരു അത്ഭുതത്തിൻ്റെ സമയം, ഇതൊരു ഗുഡ് ന്യൂസിൻ്റെ സമയമാണ്. നമുക്ക് ഒരുമിച്ച് കണ്ണുകളൊന്ന് അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടി കർത്താവെ, അവരേത് വിഷയത്തിനകത്താണോ ഭാരപ്പെട്ടത്, ഒരുപക്ഷെ ജോലിയിലായിരിക്കാം, ഒരുപക്ഷെ രോഗത്തിൻ്റെ അനുഭവത്തിലായിരിക്കാം. കർത്താവെ, ഹല്ലേലൂയ, തലമുറകളില്ലാത്തൊരു അനുഭവത്തിൽ, നാളുകളായി നിന്ദിക്കപ്പെട്ട അനുഭവത്തിൽ, ജോലിയിലെ പ്രശ്നത്തിനകത്ത്, കർത്താവെ, ഏത് വിഷയത്തിനകത്താണോ ഇവർ തകർന്ന് എന്നെ കേൾക്കുന്നത്, നാളുകളായി വിസ അടിക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ സാലറി കിട്ടാതൊക്കെ ഭാരപ്പെടുന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. കർത്താവെ, ആ കുടുംബത്തിനകത്തൊരു സമാധാനമില്ലാതെ എന്നെ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് പ്രാർത്ഥനയുടെ ഉറപ്പിൽ കർത്താവെ, ഞങ്ങൾ ആമേ പറയുന്നതിന് മുമ്പേ അങ്ങ് അത്ഭുതം ചെയ്തതിനായി സ്തോത്രം, അങ്ങ് പ്രവർത്തിച്ചതിനായി നന്ദി. ഇതൊരു വിടുതലിൻ്റെ പ്രഭാതമാകുന്നതിനായി നന്ദി. കർത്താവെ, ഇന്നലകളിൽ നിരാശപ്പെട്ട, ആരും സഹായിക്കാനില്ലെന്ന് പറഞ്ഞ ചിലവർക്ക് വേണ്ടി ഇന്ന് കർത്താവ് കരം നീട്ടുകയാണ്. 38 വർഷമായ കുളക്കടയിൽ കിടക്കുന്നവൻ്റെ അടുക്കലേക്ക് പലവരെയും മറികടന്നുകൊണ്ട് യേശു വന്ന് വാക്കുകൾ കൊണ്ട് അവനെ എഴുന്നേൽപ്പിക്കുന്നത് പോലെ കർത്താവെ, അങ്ങയുടെ ശബ്ദം ഇന്ന് അനേകരെ എഴുന്നേൽപ്പിച്ചതിനായി നന്ദി. അനേകരുടെ കണ്ണുനീര് തുടച്ചതിനായി നന്ദി. ഇതൊരു അത്ഭുതമാക്കിയതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഇന്ന് തന്നെ പ്രാർത്ഥനയുടെ മറുപടി തന്നതിനായി സ്തോത്രം. എനിക്ക് വേണ്ടി ഒരു അത്ഭുതം അങ്ങ് ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ.
പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. വേഗത്തിൽ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതേപോലെ തന്നെ ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമാകുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു സുഹൃത്തിനും കൂടെ, നിങ്ങൾക്കറിയാവുന്ന ഒരു വ്യക്തിക്കും കൂടെ ഈ ലിങ്കുകൾ ഷെയർ ചെയ്യണം. അങ്ങനെ ഈ മിനിസ്ട്രിക്ക് നിങ്ങളൊരു അനുഗ്രഹമാകും. ഇപ്പോൾ തന്നെ വിളിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ വിളിച്ചാട്ടെ. ഇത് നിങ്ങളുടെ അത്ഭുതത്തിൻ്റെ സമയമാണ്. കാരണം ഞാൻ വിശ്വസിക്കുന്ന അവൻ്റെ ശബ്ദം ഒഴിഞ്ഞ പടകനെ നിറയ്ക്കുന്നതാണ്. ഇത് ആ ദൈവശബ്ദം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടിട്ടുണ്ട്. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.